എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും സുബ്ഹാനല്ലാഹ് 33 പ്രാവശ്യം നാം ചൊല്ലണം, അൽഹംദുലില്ലാഹ് 33 പ്രാവശ്യം ചൊല്ലണം, അല്ലാഹു അക്ബർ 33 പ്രാവശ്യം ചൊല്ലണം. ഇങ്ങനെ 99 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞിട്ടും ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ഒരു ദിക്ർ കൂടി ചൊല്ലിയിട്ട് 100 ദിക്ർ നമ്മളങ്ങ് പൂർത്തിയാക്കിയാൽ നമ്മുടെ ദോഷങ്ങൾ അല്ലാഹു തആല പുറത്തു തരും. അത് തിരമാല കണക്കെ, സമുദ്രത്തിലെ തിരമാല കണക്കെ ദോഷം ചെയ്തൊരു വ്യക്തിയാണെങ്കിലും എൻ്റെ റബ്ബ് എനിക്ക് ദോഷങ്ങൾ പുറത്തു തരുമെന്ന നല്ല വിശ്വാസത്തോടു കൂടി നമ്മൾ ഈ ദിക്ർ ചൊല്ലുമ്പോൾ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദോഷങ്ങൾ പുറത്തു തരും. നമ്മൾ എന്തിനു വൈകിക്കണം? എല്ലാ നിസ്കാരശേഷവും നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി അങ്ങ് എണീറ്റ് പോവാതെ ഒരു 1-2 മിനിറ്റ് നമ്മളവിടെ ഇരുന്നിട്ട് വേണ്ട ദിക്റുകളൊക്കെ ചൊല്ലി ഒന്ന് ദുആ ചെയ്ത് റബ്ബിനൊക്കെ ഒന്ന് കൈ ഉയർത്തിയിട്ട് പടച്ചോനെ എനിക്ക് മരിക്കാനുണ്ട്, എൻ്റെ ദോഷങ്ങൾ പൊറുക്കണേ എന്ന് പറഞ്ഞിട്ടേ നമ്മൾ പോകാവൂ. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അല്ലാഹു തആല ദോഷങ്ങളൊക്കെ പുറത്തു തരും. ദോഷങ്ങൾ പൊറുക്കുന്ന നല്ല ആളുകളോടൊപ്പം അല്ലാഹു തആല നമുക്കും നമ്മുടെ കുടുംബത്തിനും അവസരം നൽകുമാറാവട്ടെ. അവരോടൊപ്പം സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ.